പ്രശ്നം അതൊന്നും പോതിയിട്ട് നമ്മളത് തീരുന്നുള്ളത് നമുക്ക് ഈമാനായില്ല എന്നുള്ളതാണ് പ്രശ്നം. സൂറത്തുൽ വാഖിഅ എന്ന് ഓതിയിട്ട് ഇപ്പൊ ഞമ്മക്കണ്ടാവൂല. ആ നേരം കൂടിയും പോയിട്ട് വേറെന്തേലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടി ആകുമല്ലോ എന്ന് നമുക്ക് തോന്നിയത്. ഈമാനായില്ല എന്നുള്ള തന്നെ പ്രശ്നം. ആ ഹദീസിൽ വേറെ വലിയൊരു കാര്യമുണ്ട്. എന്താ നിങ്ങള് ലം യജിദുഹു ഫാഖത്തുൻ, അവന് ദാരിദ്ര്യം എത്തുകയില്ല അബദൻ, ഒരു കാലത്തും. ഒരു കാലത്തും എന്ന് പറഞ്ഞാല് ദുന്യാവിൽ മാത്രല്ല, ആഖിറത്തിലും അവന് ദാരിദ്ര്യം എത്തൂല. ആഖിറത്തിലൊരു ദാരിദ്ര്യണ്ട്. നമ്മളിങ്ങനെ ചെല്ലണത് കുറെ നിസ്കാരവും കുറെ നോലമ്പും ഇടക്കിടക്കും ഉംറയും സ്വതക്കയും സക്കാത്തും ഖുർആൻ ക്ലാസും ഒക്കെ ഉണ്ടാവുന്ന കരുതിയിട്ടാണ്. ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ലെങ്കിലോ അത് സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും രാത്രി ഓരോട്ടോ ഓതുന്നതിന് വരൂല. അബദൻ എന്ന് പറഞ്ഞാൽ കാലാകാലം എന്നാണ്. ദുനിയാവിലും വരൂല, ആഖിറത്തിലും വരില്ല. പിന്നെന്താ ഓതിയാല്? തബാറക സൂറത്ത് ഒരു ദിവസം ഒരാൾ ഓതിയാൽ അവൻ ഖബറിലെ ഇടുക്കത്തെ തൊട്ട് സലാമത്താകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തബാറക സൂറത്ത് വളരെ പ്രധാനമാണ്. ഖബറിലെ ഇടുക്കം, ഖബർ എന്ന് പറഞ്ഞാല് മഹ്ശറയിലേക്കുള്ള ആദ്യത്തെ വീടാണ്. അതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം മെച്ചമാ, അല്ലാതിരുന്നാൽ ജീവിതം ബഹു കഷ്ടമാ. ഖബറിലാണ്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.